സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലെ പുൽമൈതാനത്ത് ഇന്നലെ കണ്ടത് വെറുമൊരു ഫുട്ബോൾ മത്സരമായിരുന്നില്ല, മറിച്ച് പരിക്കേറ്റ സിംഹത്തിന്റെ ഉഗ്രപ്രതാപമായിരുന്നു. തുടർച്ചയായ പരാജയങ്ങളിൽ തളർന്നു നിൽക്കുന്ന ചെൽസിയല്ല തങ്ങളെന്ന് ലിയാം റൊസിനിയുടെ പടയോട്ടം തെളിയിച്ചിരിക്കുന്നു. FA കപ്പ് ക്വാർട്ടറിൽ പോർട്ടുഗലിന് എതിരില്ലാത്ത 7 ഗോളുകൾക്ക് തച്ചു തകർത്ത് ചെൽസി വെംബ്ലിയിലേക്ക് മാർച്ച് ചെയ്തിരിക്കുകയാണ്. മത്സരം ആരംഭിച്ച് 64-ാം സെക്കൻഡിൽ തന്നെ ചെൽസി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. ജോറൽ ഹാറ്റോയിലൂടെ തുടങ്ങിയ ആ ഗോൾ വേട്ട പിന്നീട് ഒരു പ്രളയമായി മാറുകയായിരുന്നു. ജാവോ പെട്രയുടെ മാന്ത്രിക നീക്കങ്ങളും കോൾ പാമറിന്റെ ക്ലിനിക്കൽ ഫിനിഷിംഗും കൂടിയായപ്പോൾ ആദ്യ പകുതിയിൽ തന്നെ പോർട്ടുഗലിന്റെ കഥ കഴിഞ്ഞിരുന്നു. ടോസിൻ അഡബേറയുടെ ഹെഡറും ആൻഡ്രെ സാന്റോസിന്റെ ഗോളും ചെൽസിയുടെ ആധിപത്യം ഇരട്ടിയാക്കി. ഇന്നലെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലെ ആ രാത്രിയിലെ തിളങ്ങുന്ന നക്ഷത്രം ഇവരാരുമായിരുന്നില്ല. 18-കാരനായ ബ്രസീലിയൻ വിസ്മയം എസ്റ്റാവോ വില്യാൻ ആയിരുന്നു. മൈതാനത്ത് അയാൾ തീർത്ത മാന്ത്രിക നീക്കങ്ങൾ മുന്നിൽ പോർട്ടുഗലിന്റെ പ്രതിരോധം നിസ്സഹായമായിരുന്നു. ഗാർണോച്ചയുടെ ഷോട്ട് പോസ്റ്റിൽ തട്ടിത്തെറിച്ചപ്പോൾ അത് കൃത്യമായി വലയിലെത്തിച്ച എസ്റ്റാവോ താൻ എന്തിനാണ് ഈ ടീമിലെ ഏറ്റവും വലിയ വാഗ്ദാനമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. എൻസോ ഫെർണാണ്ടസിനെതിരെയുള്ള അച്ചടക്ക നടപടികളും വിവാദങ്ങളും കത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ വലിയ വിജയമെന്നത് ശ്രദ്ധേയമാണ്. എൻസോ ഗാലറിയിൽ ഇരുന്ന് കളി കാണുമ്പോഴും ടീം ഇത്രയും ഒത്തൊരുമയോടെ കളിച്ചത് കോച്ച് റൊസ്നിയർക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഡ്രസ്സിംഗ് റൂം പവിത്രമാണ് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ടീമിലെ പുതിയ അച്ചടക്കത്തിന്റെ സൂചനയാണ്. ഇഞ്ചുറി ടൈമിൽ അലക്സാൻഡ്രോ ഗർനാച്ചോ കൂടി പെനൽറ്റിയുടെ ഗോൾ പട്ടിക പൂർത്തിയാക്കിയതോടെ ആ നീലവസന്തം പൂർണ്ണമായി. PSG-യോടും എവർട്ടനോടുമേറ്റ മുറിവുകൾക്ക് ഈ വിജയം ഒരു മികച്ച മരുന്നാണ്. ഇനി ചെൽസി ആരാധകർക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രം, വെംബ്ലിയിലെ ആ FA കപ്പ് കിരീടം. എസ്റ്റാവോയുടെയും സംഘത്തിന്റെയും ഈ ഫോം തുടർന്നാൽ ഏത് വമ്പന്മാരെയും വീഴ്ത്താൻ ചെൽസിക്ക് സാധിക്കുമെന്ന് ഉറപ്പാണ്. ചെൽസിക്ക് ഈ സീസണിലെ ഏക പ്രതീക്ഷയാണ് FA കപ്പ്. പ്രീമിയർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും പോരാട്ടം അവസാനിപ്പിച്ച ചെൽസി ഇനി ആകെ ഉറ്റുനോക്കുന്നത് FA കപ്പ് മാത്രമാണ്.